ഹായ് കൂട്ടുകാരെ, നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് നീഡിൻ്റെ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏത് സന്ദർഭത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നു എന്ന് പറയാനായിട്ട് ആണ് നമ്മൾ നീഡിൻ്റെ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സബ്ജക്റ്റ് പ്ലസ് നീഡിൻ്റെ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതാണ്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഐ, യു, വി, ദേ എന്നിവയെല്ലാം വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ഷീ ഹാസ് only one child. ഷീ നീഡിൻറ്റ് ഹാവ് അണ്ടർഗോൺ ട്യൂബെക്ടോമി. അവൾക്ക് ഒരു കുട്ടിയേ ഉള്ളൂ, ഇപ്പോഴേ പ്രസവം നിർത്തേണ്ട കാര്യം ഇല്ലായിരുന്നു. അപ്പോൾ പ്രസവം നിർത്തുക എന്നുള്ളതിന് നമ്മൾ പറയുന്നത് എന്താണ്? ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്നതാണ് ട്യൂബെക്ടോമി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അണ്ടർഗോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് അണ്ടർഗോൺ. അടുത്തത് ഷീ നീഡിൻറ്റ് ഹാവ് റൺ അവേ വിത്ത് ഹിം. അവൾക്ക് അവൻ്റെ കൂടെ ഒളിച്ചു ഓടേണ്ട കാര്യം ഇല്ലായിരുന്നു. അപ്പോൾ ഒളിച്ചോടുക എന്നുള്ളതിനെ നമ്മൾ എന്താണ്? റൺ അവേ എന്നാണ് പറയുന്നത്. യുവർ ഫാദർ ഈസ് 55. ഹീ നീഡിൻറ്റ് ഹാവ് റീമാരീഡ്. നിൻ്റെ അച്ഛന് 55 വയസ്സുണ്ട്. ഈ വയസ്സ് കാലത്ത് ഒരു വിവാഹം കൂടി കഴിക്കേണ്ട കാര്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അപ്പോൾ റീമാരീഡ് എന്ന് വെച്ചാൽ വീണ്ടും കല്യാണം കഴിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഹീ നീഡിൻറ്റ് ഹാവ് കമ്മിറ്റഡ് സൂയിസൈഡ്. അവന് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ ടാക്സി വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു. വി നീഡിൻറ്റ് ഹാവ് ടേക്കൺ എ ടാക്സി. അപ്പോൾ ടേക്ക് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ടേക്കൺ. അടുത്തത് ഷീ നീഡിൻറ്റ് ഹാവ് സ്കോൾഡഡ് ഹിം. അവനെ വഴക്ക് പറയേണ്ട കാര്യമില്ലായിരുന്നു. വഴക്ക് പറയുക എന്നുള്ളതിന് പകരമായിട്ടാണ് സ്കോൾഡ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സ്കോൾഡിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് സ്കോൾഡഡ്. ഐ നീഡിൻറ്റ് ഹാവ് ക്രിബ്ഡ്. ഞാൻ കോപ്പി അടിക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ കോപ്പി അടിക്കുക എന്നുള്ളതിനെ ക്രിബ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രിബ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ക്രിബ്ഡ്. ക്ഷണിക്കാതെ നീ അവിടെ പോകേണ്ട കാര്യമില്ലായിരുന്നു. യു നീഡിൻറ്റ് ഹാവ് ഗോൺ ദെയർ അൺഇൻവൈറ്റഡ്. ഗോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഗോൺ. നീ കൈക്കൂലി കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. കൈക്കൂലിക്ക് നമ്മൾ ബ്രൈബ് എന്നാണ് പറയുന്നത്. യു നീഡിൻറ്റ് ഹാവ് ഗിവൺ ബ്രൈബ്. അതായത് ഗിവ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗിവൺ എന്നാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.